അടുത്തിടെ ഏറ്റവും ആകാംക്ഷയോടെ കേട്ടത് മോഹൻലാൽ വീണ്ടും ഒരു പ്രൊഡക്ഷൻ ഹൗസുമായി കൈകോർക്കാൻ പോകുന്നു എന്നതാണ്. മോഹൻലാലും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സും വീണ്ടും ഒരുമിക്കാൻ പോകുന്നു എന്ന കാര്യം. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ വാർഷിക ആഘോഷപ്രകാരം കുറച്ച് സിനിമകളുടെ അനൗൺസ്മെന്റ് അവർ നേരത്തെ തന്നെ നടത്തിയുണ്ടായി. ആ സിനിമകളിൽ ഒന്നിൽ മോഹൻലാൽ ആയിരിക്കും നായകൻ എന്നായിരുന്നു അന്ന് പ്രചരിച്ച ഏറ്റവും വലിയ വാർത്ത. നിരവധി ഗംഭീര സംവിധായകർക്കുമൊപ്പമുള്ള കൊളാബറേഷൻ ആയിരുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് നടത്താൻ പോകുന്നത്. അതിൽ തന്നെ അൻവർ റഷീദ് ഒരുക്കാൻ പോകുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു. അത് മോഹൻലാലുമായി ആയിരിക്കും എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ചാൽ മോഹൻലാൽ എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സുമായി ഒന്നിക്കാൻ പോകുന്നുണ്ട്. ആ കൊളാബറേഷൻ 7 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കാൻ പോകുന്നത്. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സുമായി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ അത് അൻവർ റഷീദ് ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ജനുവരിയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട്. അൻവർ റഷീദും മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്ത സജീവമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ചോട്ടാ മുംബൈ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലും അൻവർ റഷീദും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ അവർ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു. നിരവധി ചിത്രങ്ങളുടെ റൂമറുകളും മൂവി ബസ്സുകളും മോഹൻലാലിന്റേതായി അണിയറയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും. അത് അൻവർ റഷീദ് ആണോ സംവിധാനം ചെയ്യുന്നത് എന്നതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. പുതുമുഖങ്ങളുമായും മുതിർന്ന താരങ്ങളുമായും സഹകരിക്കാനുള്ള സന്നദ്ധത അടുത്തിടെ മോഹൻലാലും സൂചിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിരവധി ഗംഭീര സംവിധായകർക്കൊപ്പം കൊളാബറേറ്റ് ചെയ്യാൻ പോകുകയാണ് മോഹൻലാൽ. അതിനൊപ്പം മുതിർന്ന സംവിധായകർക്കും താരങ്ങൾക്കും ഒപ്പമൊക്കെ മോഹൻലാൽ വരുന്നുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരവും മോഹൻലാലും അൻവർ റഷീദും വീണ്ടും ഒരു പ്രോജക്റ്റിനായി ഒരുമിക്കും എന്ന് തന്നെയാണ്. സോഫിയ പോൾ നേതൃത്വം നൽകുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സുമായി ഏകോപിച്ച് നിർമ്മിക്കുന്ന ചിത്രത്തിനായി സൂപ്പർ താരം കൈകൊടുക്കാൻ പോകുന്നു എന്ന അപ്ഡേറ്റ് വരുമ്പോൾ പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ ഐറ്റത്തിന്റെ അനൗൺസ്മെന്റ് വരുമ്പോൾ ഡബിൾ ട്രിപ്പിൾ ടൈപ്പ് ആയിരിക്കും ഈ ഒരുമിക്കൽ വന്നാലുള്ള ഹൈപ്പ് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഒരു സബ്ജക്റ്റ് മോഹൻലാലിന് വേണ്ടി ഒരുക്കും, അത് അൻവർ റഷീദ് ഒരുക്കുകയാണെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ചോട്ടാ മുംബൈ പോലത്തെയും വലിയ ആക്ഷൻ സിനിമകളൊക്കെ അൻവർ റഷീദിന്റെ കയ്യിൽ ഭദ്രമാണ്. മോഹൻലാലിന്റെ രീതിയിൽ അത് കൊണ്ടെത്തിച്ചാൽ ഗംഭീരമായ ഒരു സംഭവം അവർക്ക് കിട്ടും. ഇപ്പോഴേ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എത്തിയിരിക്കുന്നത്. ഒരു സബ്ജക്ട് എന്തായാലും മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട് അൻവർ റഷീദ് എന്ന് റിപ്പോർട്ടുകൾ വന്നതാണ്. എന്നാൽ ആ ഇൻഫർമേഷൻ വന്നിട്ട് കുറെ നാളായി. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഇനി മോഹൻലാൽ എസ് ആണോ നോ ആണോ പറഞ്ഞത് എന്നൊന്നും അറിയില്ല. എസ് പറഞ്ഞെങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വളരെ സീക്രട്ട് ആയിട്ട് വെച്ചതാണോ അതോ നോ പറഞ്ഞെന്നോ എന്നൊന്നും ഒരു പിടിയുമില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാൽ എസ് മൂളി എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ബാനറിൽ മോഹൻലാൽ ഒന്നിക്കാൻ പോകുമ്പോൾ അത് അൻവർ റഷീദ് ചിത്രം തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം ഒരു സബ്ജക്റ്റ് മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെയായിരിക്കും മോഹൻലാൽ എസ് മൂളിയിരിക്കുക എന്നതൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറയണം എന്ന രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങളും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സുമായി മോഹൻലാൽ സഹകരിക്കാൻ പോകുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിനി ആരുടെ ചിത്രമായിരിക്കും എന്നതാണ് അറിയേണ്ടത്. അൻവർ റഷീദ് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടതും. എന്തായാലും വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന ഡയറക്ടറുകളുടെ പേര് കേട്ടാൽ അതിശയിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ഗംഭീര സംവിധായകരുടെ പേരുകളാണ് മോഹൻലാലിനൊപ്പം ചേർത്ത് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ അവർ എടുത്തു സൂചിപ്പിക്കുന്നതും. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം കൺഫേം ആയത് ജിത്തു മാധവൻ ഗോകുലം മൂവീസിന്റെ ബാനറിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്നത്. പിന്നീടുള്ളത് അമൽ നീരദിന്റെ ഒരു ചിത്രത്തിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്നതാണ്. അത് ഡിസ്കഷനിലാണ് എന്ന് പറയപ്പെടുന്നു. പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ബാനറിൽ മോഹൻലാൽ എത്തുന്ന അൻവർ റഷീദ് ചിത്രത്തിനാണ്. ഇതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുന്നതും. ഇതും ഏകദേശം ഫൈനലൈസ് ചെയ്ത സിനിമ തന്നെയാണ്. ഉടനെ തന്നെ പല സിനിമകളുടെയും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം.